സ്വപ്നസമാനമായ തുടക്കത്തോടെയാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാന താരം വിനേഷ് ഫോഗട്ട് അരങ്ങേറിയത്. 82 മത്സരങ്ങളിൽ തോൽവിയറിയാതെത്തിയ ജപ്പാന്റെ ഒന്നാം സീഡ് താരം യു സുസാക്കിയെ ത്രില്ലടിപ്പിച്ച മത്സരത്തിൽ 3-2 മലർത്തിയടിച്ചു. ക്വാർട്ടറിൽ ഉക്രൈന്റെ മുൻ ലോക ചാമ്പ്യൻ ലിവ കൊക്സാനിയെ 7-5 തറപറ്റിച്ച് സെമിയിലേക്ക്. പാൻ അമേരിക്കൻ ചാമ്പ്യൻ ക്യൂബയുടെ യുസ്നലിസ് ഗുസ്മാൻ ലോപ്പസിനെ 5-0 മറികടന്ന് ഒടുവിൽ കലാശപ്പോരിലേക്ക്. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന ചരിത്ര നേട്ടത്തിലേക്ക് വിനേഷ് ഫോഗട്ട് അങ്ങനെ കുതിച്ചെത്തുകയായിരുന്നു. ലോക നെറുകയിൽ രാജ്യത്തിന്റെ കൊടിപാറുന്നത് സ്വപ്നം കണ്ട 140 കോടി ഇന്ത്യൻ ജനതയുടെ സർവ്വ പ്രതീക്ഷകളെയും തകർത്താണ് ആ വാർത്തയെത്തിയത്. ഫൈനൽ മത്സരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നടത്തിയ ഭാരപരിശോധനയിൽ വിനേഷിന് നിശ്ചയിച്ചതിലും 100 ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തി. വിനേഷിനെ അയോഗ്യയാക്കി. സെമിയിൽ 49.9 കിലോയിൽ മത്സരം തുടങ്ങിയ വിനേഷിന് വൈകുന്നേരമായപ്പോൾ 52.7 വർദ്ധിച്ചു. സെമിയിലെ വിജയത്തിനു ശേഷം ഫൈനൽ കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുക പോലും ചെയ്യാതെ ഓടിപ്പോവുകയായിരുന്നു വിനേഷ്. തുടർന്ന് ഭാരം കുറയ്ക്കാനായി അതികഠിന വ്യായാമം ചെയ്തു. രാത്രി ഉറങ്ങിയതുപോലുമില്ല. ഭാരം പരിധിക്കുള്ളിൽ നിർത്താനുള്ള എല്ലാ ശ്രമവും നടത്തി. പുലർച്ചെ ഭാരപരിശോധനയ്ക്ക് മുൻപായി വിനേഷ് തൻ്റെ മുടി മുറുക്കുക പോലും ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കേവലം 100 ഗ്രാം വ്യത്യാസത്തിൽ അയോഗ്യയാക്കപ്പെട്ടപ്പോഴും ഈ 29കാരി തൻ്റെ ജീവിതം കൊണ്ട് ഇന്ത്യക്കായി സമ്മാനിച്ചത് കണ്ണീരല്ല, പൊരുതാനുള്ള കനലാണെന്ന് പറയേണ്ടി വരും. അത്രമേൽ ത്യാഗവും സഹനവും പീഡനവും നേരിട്ട് ഒരിക്കലും കൈവിടാത്ത പോർവീര്യത്തോടെയാണ് വിനേഷ് ഫോഗട്ട് പാരീസിലെത്തുന്നത്. ഗോദയിലെ പോരിനേക്കാൾ കടുപ്പമേറിയതായിരുന്നു കഴിഞ്ഞ 18 മാസത്തെ അവരുടെ ജീവിതം. BJP MPയും ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ തലവനുമായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി. ലോകവേദികളിൽ ഇന്ത്യയുടെ യശസ്സുയർത്തിയ സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ തുടങ്ങിയ സഹതാരങ്ങൾക്കൊപ്പം വിനേഷിനെയും ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വലിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ രാജ്യം പകച്ചു നിന്നു. ഡൽഹിയിലെ തെരുവിൽ കിടന്നത് 40 ദിവസം. അതിക്രൂരമായ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങി. ഒടുവിൽ പൊരുതി നേടിയ മെഡലുകളും പുരസ്കാരങ്ങളും ഗംഗയിൽ ഒഴുക്കാൻ വരെ തീരുമാനിച്ചു. ഇതിനെല്ലാമിടയിൽ കാൽമുട്ടിലെ പരിക്കിൻ്റെ രൂപത്തിൽ വീണ്ടും തിരിച്ചടി, വീണ്ടും ശസ്ത്രക്രിയ. തളരാതെ പൊരുതി വിനേഷ്. മത്സരിച്ചു കൊണ്ടിരുന്ന 53 കിലോ വിഭാഗത്തിൽ ആൻറ്റി ബംഗാൾ യോഗ്യത ഉറപ്പാക്കിയതോടെ 50 കിലോ വിഭാഗത്തിലേക്ക് മാറേണ്ടി വന്നു. അതിനായി നടത്തിയത് കടുത്ത പരീക്ഷണങ്ങൾ. പലപ്പോഴും വെള്ളം മാത്രം കുടിച്ചും ഉറക്കമില്ലാതെ വ്യായാമം ചെയ്തും ഒരിക്കലും കൈവിടാത്ത ദൃഢനിശ്ചയത്തിൻ്റെ കരുത്തിൽ സെമിഫൈനലും കടന്നു. ഒടുവിൽ പാരീസിൽ നിന്ന് നെഞ്ചുപൊട്ടി മടങ്ങേണ്ടി വരുമ്പോഴും വിനേഷ് ഫോഗട്ട് എന്ന പോരാളി ഇന്ത്യൻ ജനതയുടെ ഇടനെഞ്ചിൽ ജയിച്ചു തന്നെ നിൽക്കും.